JNU 50ാം പിറന്നാളിൽ എത്തി നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ JNUവിലെ വിദ്യാർത്ഥികൾക്ക് അതൊരു ആഘോഷത്തിൻ്റെ സമയമൊന്നുമല്ല. ആരും JNUവിൽ ഇത് ആഘോഷിക്കുന്നു, ഇതിനെക്കുറിച്ച് ഇതൊരു സെലിബ്രേറ്ററി മൂഡൊന്നും അല്ല JNUവിലുള്ളത്. കാരണം അതാണിപ്പോൾ JNUവിൻ്റെ അവസ്ഥ. നമസ്കാരം. അണിയറ ആരംഭിക്കുകയാണ്. ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി സ്ഥാപിതമായിട്ട് 50 വർഷം തികയുകയാണ്. ഇന്ത്യൻ ബൗദ്ധികതയുടെ കേന്ദ്രസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന JNU 50 വർഷം ഇന്ത്യക്ക് നൽകിയത് എന്താണ്? അണിയറ പരിശോധിക്കുന്നു. സ്വാതന്ത്ര്യാനന്തരം എല്ലാ മേഖലകളിലും ഇന്ത്യ സ്വന്തം വഴി തേടുന്ന കാലം. 1960കളുടെ ഒടുക്കം. ധൈഷണിക ഔന്നത്യമുള്ള തലമുറയെ വാർത്തെടുക്കാൻ ഒരു സർവകലാശാല എന്ന ആശയം ചർച്ചയായി. ലോകോത്തര നിലവാരത്തിൽ വേണം അത് സ്ഥാപിക്കാനെന്നും നിർദ്ദേശമുയർന്നു. ആരുടെ പേരിൽ വേണം സർവകലാശാല എന്ന കാര്യത്തിൽ സംശയമേ ഉണ്ടായിരുന്നില്ല. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയും വികസന വഴികാട്ടിയുമായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ പേര് നൽകാൻ തീരുമാനമായി. അന്ന് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന MC ചഗ്ലയാണ് സർവകലാശാല രൂപീകരണത്തിന് മുൻകൈയെടുത്തത്. 1965 സെപ്റ്റംബർ 1 JNU ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ബിൽ അവതരണ വേളയിൽ ഒട്ടേറെ നിർദ്ദേശങ്ങൾ ഉയർന്നു. കേവല വിദ്യാഭ്യാസത്തിനപ്പുറം ജ്ഞാനോൽപാദന കേന്ദ്രവും ആശയ സംവാദ ഇടവുമായി JNU മാറണമെന്ന് അംഗങ്ങൾ നിർദ്ദേശിച്ചു. അഭിപ്രായങ്ങളെല്ലാം MC ചഗ്ല മുഖവിലക്കെടുത്തു. 1966 നവംബർ 16 ലോക്സഭ JNU ബിൽ പാസാക്കി. പിന്നീട് വളരെ വേഗത്തിൽ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി. Well, JNU was initially started when the act was passed 50 years ago. It was supposed to be the think tank for the ruling classes of India, and it was started by the Congress Party to create a sort of an intellectual cadre for that will be in support of their policy direction. But as it turned out, the JNU students movement, so to speak, had completely turned the agenda around, and instead of being a support to the ruling class thing, which is also there, it's not that it's not there, but JNU also turned out to be a very, very vibrant critique of the ruling class politics. 1960കളുടെ രണ്ടാം പകുതിയിലെ പ്രക്ഷുബ്ധ രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് JNU ബിൽ പാർലമെന്റ് പാസാക്കുന്നത്. ഭരണപ്രതിപക്ഷങ്ങളുടെ പിന്തുണ നേടിയെടുക്കാൻ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി MC ചഗ്ലയ്ക്ക് കഴിഞ്ഞു. JNU രൂപീകരിക്കുമ്പോൾ എതിർപ്പുകൾ ഒന്നുമുണ്ടായിരുന്നില്ല. നെഹ്റുവിന്റെ നയങ്ങളോടും അന്നത്തെ കേന്ദ്ര സർക്കാർ നിലപാടുകളോടും വിമർശനാത്മക സമീപനം സ്വീകരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകളും സർവകലാശാല രൂപീകരണത്തിന് പിന്തുണ നൽകി. ഡൽഹിയിൽ ചിതറിക്കിടക്കുന്ന വിവിധ പഠന സ്ഥാപനങ്ങളെയും ഡൽഹി സർവകലാശാലയുടെ കീഴിലുള്ള ചില അഫിലിയേറ്റഡ് കോളേജുകളെയും ചേർത്ത് ഒരു പുതിയ കേന്ദ്ര സർവകലാശാല എന്ന ആലോചനയുടെയും പൂരണമായിരുന്നു JNU. നിലവിലുള്ള പതിവുകൾ മാറ്റിവെച്ചാണ് JNUവിന് വൈസ് ചാൻസലറെ നിയമിച്ചത്. നയതന്ത്ര രംഗത്തെ വിദഗ്ധനായിരുന്ന G. പാർത്ഥസാരഥിയാണ് JNUവിന്റെ ആദ്യ വൈസ് ചാൻസലർ. 1969 ഏപ്രിൽ 28 പാർത്ഥസാരഥി ചുമതലയേറ്റു. JNUവിന്റെ വ്യത്യസ്തതയ്ക്കും മികവിനും അടിസ്ഥാനമായി മാറിയ മൂല്യങ്ങൾക്കും രൂപം നൽകുന്നതിൽ G. പാർത്ഥസാരഥി വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഒരു ഉന്നതാശയത്തെ ഒത്തവിധം ഭൗതിക രൂപമാക്കി മാറ്റി എന്നതാണ് പാർത്ഥസാരഥി ചെയ്തത്. ശാസ്ത്ര വിഷയങ്ങൾക്ക് മാത്രമല്ല, മാനവിക വിഷയങ്ങൾക്കും അന്തർദേശീയ പഠന വിഷയങ്ങൾക്കുമെല്ലാം ആദാനപ്രദാനങ്ങൾ സാധ്യമാകുന്ന വിധം ഒരു മാതൃക സൃഷ്ടിക്കുകയായിരുന്നു G. പാർത്ഥസാരഥി. വിവിധ വിഷയങ്ങളിൽ മികവ് തെളിയിച്ചവരാണ് തുടക്കത്തിൽ JNUവിന്റെ അക്കാദമിക ലോകത്തെ സമ്പന്നമാക്കിയത്. വിഷയാധിഷ്ഠിത സ്കൂളുകളായി സർവകലാശാലയുടെ ഭൗതികക്രമം രൂപപ്പെടുത്തിയതുവഴി വിഷയാനന്തര സംവാദ സാധ്യതയും JNU തുടക്കത്തിൽ തന്നെ തുറന്നിട്ടു. ആദ്യ ദശകത്തിൽ വിദ്യാർത്ഥികളുടെ കുത്തൊഴുക്കൊന്നും JNUവിലേക്കുണ്ടായില്ല. ക്രമേണ എണ്ണം വർദ്ധിച്ചു. JNUവിൽ
ആദ്യകാലങ്ങളിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളും ഗവേഷകരും വിവിധയിടങ്ങളിൽ അധ്യാപകരായതോടെ JNUവിൽ രൂപം കൊണ്ട വിദ്യാഭ്യാസ സംസ്കാരം രാജ്യത്തിന്റെ പല മേഖലകളിലേക്കും പ്രചരിച്ചു. അവിടങ്ങളിൽ നിന്നെല്ലാം വിദ്യാർത്ഥികൾ JNUവിലേക്ക് എത്തിത്തുടങ്ങി. ബഹുസ്വര ഇന്ത്യയുടെ പരിച്ഛേദമായി JNU ക്രമേണ മാറി. ഇന്ത്യയിൽ മറ്റൊരു സർവകലാശാലയ്ക്കും കഴിയാതിരുന്ന വിദ്യാഭ്യാസ വിപ്ലവമാണ് JNU വളരെ വേഗം സാധ്യമാക്കിയത്. We have seen that in the last 50 years, if we go back to the history of how JNU as an institution has evolved, we have seen in 1969-70 this institution came up to be one of the most premier institution of social sciences and humanities. We have seen that this institution has struggled to make to build up the national character of this country. We have seen that how students from different marginalized sections, students coming from different minority sections, Jammu and Kashmir and different places which have been really coming in the quartile districts, in the marginalized sections, students have been brought up and made inclusive in this institution. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ശക്തി കേന്ദ്രമെന്നാണ് JNUവിനെ പൊതുവെ പരിഗണിച്ചു വരുന്നത്. വലിയൊരളവോളം അത് ശരിയുമാണ്. മാർക്സിസത്തിനും സോഷ്യലിസത്തിനുമായിരുന്നു ആദ്യ ദശകത്തിൽ JNUവിൽ വേരോട്ടമുണ്ടായിരുന്നത്. ഒപ്പം ലിബറൽ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന വിദ്യാർത്ഥികളുടെ സംഘടനയായ ഫ്രീ തിങ്കേഴ്സും JNUവിന്റെ രാഷ്ട്രീയ ഭൂമികയെ സജീവമാക്കി. തുടക്കം മുതൽ 30 വർഷത്തോളം മറ്റ് ആശയധാരകൾക്കൊന്നും JNUവിൽ സ്ഥാനമേ ഉണ്ടായിരുന്നില്ല. 1969 തുടക്കമിട്ട സംവാദാധിഷ്ഠിത വിദ്യാഭ്യാസ രീതി 50 കൊല്ലത്തിനപ്പുറവും JNU പിന്തുടരുന്നുണ്ട്. അടിയന്തരാവസ്ഥക്കാലത്ത് രാഷ്ട്രീയ പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടപ്പോൾ ഇന്ത്യ കണ്ട വലിയ പ്രക്ഷോഭമാണ് JNUവിൽ ഉണ്ടായത്. അടിയന്തരാവസ്ഥയ്ക്കെതിരെ രാജ്യത്തുണ്ടായ വലിയ ചെറുത്തുനിൽപ്പുകളിലൊന്ന് JNUവിൽ നിന്നാണ്. സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, DP ത്രിപാഠി തുടങ്ങിയ ഇടതു വിദ്യാർത്ഥി നേതാക്കൾ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി. രാഷ്ട്രീയ പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാതായ കാലഘട്ടത്തിൽ അമിതാധികാരത്തിനെതിരായ ചെറുത്തുനിൽപ്പ് കേന്ദ്രമായി JNU മാറി. ഇന്ദിരാഗാന്ധി എന്ന ഒറ്റ വ്യക്തിയിലേക്ക് അധികാരം മുഴുവൻ കേന്ദ്രീകരിക്കപ്പെട്ട ഇരുണ്ട കാലത്തും ധീരമായ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ JNUവിന് കഴിഞ്ഞു. ഇന്ദിരാഗാന്ധി JNUവിന്റെ ചാൻസലർ പദവി ഒഴിയണമെന്ന ആവശ്യം അക്കാലത്തുയർന്നു. 1977 വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായിരുന്ന സീതാറാം യെച്ചൂരിയാണ് ഇന്ദിര ഒഴിയണമെന്ന പ്രമേയം ഇന്ദിരയുടെ മുൻപിൽ വെച്ച് തന്നെ വായിച്ചത്. Well, that was the heyday of protests against the growing authoritarianism of Indira Gandhi, and that was also a period of very intense crisis in the country. I mean, it was an economic crisis, but that resulted also in a social crisis, and there was a big railway strike, and there was big struggles all over the country by all the sections. So the emergency that came in as a product of all those developments, plus the political attack on Indira Gandhi personally, with her being disqualified in her election. I mean, that emergency that came was, JNU was one of the foremost places where the resistance to that emergency began at a very early stage. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം രാജ്യത്ത് കോൺഗ്രസ് ഭരണത്തിന് ചെറിയ ഇടവേളയായി. കുറച്ചുകാലത്തിന് ശേഷം അധികാരത്തിൽ തിരിച്ചെത്തിയ ഇന്ദിരാഗാന്ധി JNUവിനോട് ശത്രുതാ മനോഭാവത്തോടെയാണ് പെരുമാറിയത്. 1983 പ്രതികാര നടപടികൾ പ്രത്യക്ഷ രൂപം കൈക്കൊണ്ടത്. അക്കാലത്ത് സർവകലാശാലയിലുണ്ടായ ഒരു സമരത്തെ അടിച്ചമർത്താൻ കേന്ദ്ര സർക്കാർ തന്നെ ഇടപെട്ടു. CRPFനെ ക്യാമ്പസിൽ വിന്യസിച്ചു. മുദ്രാവാക്യം വിളിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്ത വിദ്യാർത്ഥികളെയെല്ലാം CRPFുകാർ നേരിട്ടു. നിരവധി വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിലടച്ചു. തുടർന്ന് വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭം ആരംഭിച്ചതോടെ ഒരു സെമസ്റ്റർ കാലം മുഴുവൻ സർവകലാശാല അടച്ചിട്ടു. സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ തെരഞ്ഞുപിടിച്ചാണ് പിന്നീട് യൂണിവേഴ്സിറ്റി പുറത്താക്കിയത്. When students of this university has been by and large been attacked, not only at this present government, we have also seen during the time of emergency when hundreds of students of this university were thrown out of this university. There was a time when this university was shut down, students were put into jail. There was a curb of freedom of expression, debate and dissent in this university. 1983 നിലവിൽ വന്ന പുതിയ അഡ്മിഷൻ വ്യവസ്ഥകൾ
JNUവിന്റെ രാഷ്ട്രീയ ഭൂമികയെ മാറ്റിമറിച്ചു. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന മേഖലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ JNUവിൽ എത്തുന്നതിന് വ്യവസ്ഥകൾ തടസ്സമായി തുടങ്ങി. പുതിയ അഡ്മിഷൻ പോളിസി അനുസരിച്ചിട്ട് വലിയ തോതിലുള്ള റിസർവേഷൻ സ്കട്ട്ലിംഗ് ആണ് JNUവിൽ നടക്കുന്നത്. റിസർവ് കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിന് അഡ്മിഷൻ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ജനറൽ കാറ്റഗറിയിൽ കുട്ടികൾക്ക് റിസർവ് കാറ്റഗറി സീറ്റ്സ് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്ന പോലുമുണ്ട്. ഈ അടുത്ത് തന്നെ JNUSU കഴിഞ്ഞ കൊല്ലം എലക്ട് ചെയ്ത JNUSUവിനെ ഇതുവരെ റെക്കഗ്നൈസ് ചെയ്യാത്തൊരവസ്ഥയായിരുന്നു, നോട്ടിഫൈ ചെയ്യാത്തൊരവസ്ഥയായിരുന്നു JNUവിൽ ഉണ്ടായിരുന്നത്. അനവധി സമരങ്ങൾക്ക് ശേഷം JNUSU ഇപ്പോൾ കോടതിയിൽ പോയിട്ട് അനുകൂലമായൊരു വിധി നേടിയിരിക്കുകയാണ്. നഗരമേഖലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം ക്രമേണ വർദ്ധിച്ചു. ഇതോടെ ഇടതു വിദ്യാർത്ഥി സംഘടനകളുടെ ശക്തി കുറഞ്ഞു തുടങ്ങി. വലതു വിദ്യാർത്ഥി സംഘടനകൾ JNUവിലേക്ക് രംഗപ്രവേശം ചെയ്തു. 1989 ബീജിംഗിലെ ടിയാനൻമെൻ സ്ക്വയറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ ചൈനീസ് ആക്രമണം JNUവിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തെയും കലുഷിതമാക്കി. ചൈനീസ് ഇടപെടലുകളെ പരോക്ഷമായി ന്യായീകരിക്കുന്ന നിലപാട് സാമ്പ്രദായിക ഇടത് സംഘടനകൾ സ്വീകരിച്ചതോടെ എതിർപ്പുകൾ ഉയർന്നു. JNUവിൽ പുതിയ രാഷ്ട്രീയം ആധിപത്യം നേടി. സോളിഡാരിറ്റി എന്ന വിദ്യാർത്ഥി മുന്നണി വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വലിയ വിജയം നേടുകയും ചെയ്തു. പിന്നീട് പല വിഷയങ്ങളെ മുൻനിർത്തിയുള്ള സാമൂഹിക മുന്നേറ്റങ്ങൾക്ക് JNU വേദിയായി. പരിസ്ഥിതി, ദളിത്, സ്ത്രീ വിമോചന മേഖലകളിൽ സാമ്പ്രദായിക ഇടതുബോധത്തിനപ്പുറം പുതുചിന്താധാരകൾ JNUവിൽ സജീവമായി തുടങ്ങി. രാജ്യത്തുണ്ടായ എല്ലാ രാഷ്ട്രീയ മാറ്റങ്ങളോടും സജീവമായി പ്രതികരിച്ചിരുന്നു JNU എല്ലാ കാലത്തും. പിന്നാക്ക വിഭാഗങ്ങൾക്ക് 27% സംവരണം വ്യവസ്ഥ ചെയ്യുന്ന മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാനുള്ള തീരുമാനം JNUവിന്റെ രാഷ്ട്രീയ സ്വഭാവം തന്നെ മാറ്റി. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് രാജ്യത്തെങ്ങും വലിയ ചലനങ്ങളുണ്ടാക്കി. റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ ആധിപത്യം നഷ്ടമാകുമെന്ന് തിരിച്ചറിഞ്ഞ മേൽജാതിക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ പടപ്പുറപ്പാട് നടത്തി. ഉത്തരേന്ത്യൻ സർവകലാശാലകൾ കലാപഭൂമിയായി മാറി. JNUവിലും അതിന്റെ അനുരണനങ്ങളുണ്ടായി. റാഡിക്കൽ വിപ്ലവാഭിമുഖ്യമുള്ള നിലപാട് സ്വീകരിച്ചു വന്നിരുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയും നേതാക്കളുടെയും നിലപാടുകൾ തകിടം മറിഞ്ഞു. അധ്യാപകർക്കിടയിലും മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഭിന്നിപ്പുകളുണ്ടാക്കി. ജാതിയുടെ സ്വാധീനം പുരോഗമന ബോധത്തിനപ്പുറമാണെന്ന് മണ്ഡൽ കാലത്തെ JNU വിളിച്ചു പറഞ്ഞു. ഇടതുപക്ഷ ഇടങ്ങളിൽ പോലും ജാതി വലിയ ഘടകമായി മാറി. ഉത്തരേന്ത്യയിലാകെ പ്രകടമായ മണ്ഡൽ വിരുദ്ധത 1990കളിലെ JNU രാഷ്ട്രീയത്തിൽ വലതുപക്ഷത്തിന് വളരാനുള്ള മണ്ണൊരുക്കി. മണ്ഡൽ സമരകാലത്ത് വിഭജിക്കപ്പെട്ട JNUവിന്റെ രാഷ്ട്രീയ മണ്ഡലം പിന്നീട് ഒരുമിച്ച് ഒരേ നിലപാട് സ്വീകരിച്ചത് 1992ലാണ്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ. ബാബറി മസ്ജിദിന്റെ തകർച്ച JNUവിന്റെ ചിന്താധാരകളിൽ വലിയ മാറ്റം വരുത്തി. മണ്ഡൽക്കാലത്ത് ചിതറിപ്പോയ JNU സ്വത്വം തിരിച്ചുവന്നു. ബാബറി മസ്ജിദ് തകർത്തവർക്കെതിരെ JNU ഒറ്റക്കെട്ടായി അണിനിരന്നു. ഹിന്ദുത്വവാദത്തിനെതിരെ ചിതറിപ്പോകാതെ ചേർന്നു നിൽക്കാൻ അന്നുമുതൽ JNU കരുതലെടുത്തു തുടങ്ങി. 1984 സിഖ് വിരുദ്ധ കലാപം കത്തിപ്പടർന്നപ്പോൾ ഒറ്റപ്പെട്ടുപോയ സിഖ് സമൂഹത്തിന് കൈത്താങ്ങാകാനും JNU ശ്രമിച്ചു. 1990കളുടെ ഒടുവിൽ വ്യത്യസ്ത ഇടതുധാരകൾ തമ്മിലുള്ള ആശയ സംഘർഷമാണ് JNUവിന്റെ രാഷ്ട്രീയ ഭൂമികയെ സജീവമാക്കിയത്. പതുക്കെ സ്വത്വരാഷ്ട്രീയം കടന്നുവന്നു. രാജ്യമാകെ സ്വത്വവാദ രാഷ്ട്രീയത്തിന് ലഭിച്ച സ്വീകാര്യത JNUവിലും കിട്ടി. വിവിധ സാമൂഹിക തലങ്ങളിലുള്ള വിദ്യാർത്ഥികൾ തങ്ങളുടെ സ്വത്വമുയർത്തിപ്പിടിച്ച് സംഘടിച്ചു തുടങ്ങി. പാരമ്പര്യ ഇടതുപക്ഷത്തിനാണ് ഇതിലൂടെ തിരിച്ചടി നേരിട്ടത്. അതിനിടയ്ക്ക് തീവ്ര ഇടതുബോധമുള്ള സംഘടനകൾ JNUവിന്റെ രാഷ്ട്രീയ കേന്ദ്രസ്ഥാനത്തെത്തി. അതിനിപ്പോൾ തുടർച്ചകൾ ഉണ്ടാവുകയാണ്. കനയ്യകുമാർ എന്ന വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റിനെ ദേശദ്രോഹിയാക്കി ജയിലിലടയ്ക്കാൻ കേന്ദ്ര സർക്കാർ കാണിച്ച തിടുക്കം ഏറെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ജ്ഞാനോൽപാദനത്തിൽ
രാജ്യത്ത് ഒന്നാം സ്ഥാനത്തുള്ള ഒരു സർവകലാശാലയെ ഒന്നാകെ ദേശവിരുദ്ധമാക്കാനുള്ള ശ്രമത്തെ JNU എതിർത്ത് തോൽപ്പിക്കുകയായിരുന്നു. 2014 മുതലുള്ള 5 വർഷക്കാലം JNU നേരിട്ടത് വലിയ ആരോപണങ്ങളാണ്. തീവ്ര ഹിന്ദുത്വത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു എന്നതുകൊണ്ട് തന്നെ JNUവിന്റെ സംഘടനാ ബോധത്തെ സംശയത്തോടെയാണ് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ വീക്ഷിച്ചത്. അപവാദ പ്രചാരണങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായവർ തന്നെ നേതൃത്വം നൽകി. Well, I mean, they target JNU because the Sangh Parivar does not want any scientific record of or a scientific study of Indian history. For the Sangh Parivar's ideological project of converting a secular democratic India into their vision of a fascistic Hindu Rashtra, it is necessary that history is not treated with a scientific method. Instead of history, they want to replace history with Hindu mythology. They want to replace Indian philosophy, a very rich, combination, confluence of philosophical tradition, by a Hindu theology. So JNU stands as a big obstacle for them, because they bring out on the basis of scientific research the truth. JNU ക്യാമ്പസിൽ നടന്ന അഫ്സൽ ഗുരു അനുസ്മരണത്തിനിടെ ദേശവിരുദ്ധ മുദ്രാവാക്യം വിളിച്ചെന്ന് ആരോപണമുയർന്നു. അതിന്റെ പേരിൽ JNUവിനെ ഒന്നടങ്കം ദേശവിരുദ്ധമെന്ന് മുദ്രകുത്താൻ ശ്രമം നടന്നു. വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായിരുന്ന കനയ്യകുമാറിനെ തന്നെ ഡൽഹി പോലീസ് പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തു. ഇതോടെ വലിയ പ്രക്ഷോഭങ്ങളാണ് ഉണ്ടായത്. തിഹാർ ജയിലിൽ അടയ്ക്കപ്പെട്ട കനയ്യകുമാറിനെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഹിന്ദുത്വവാദികളുടെ വലിയ ആക്രമണമുണ്ടായി. കോടതി ഇടപെടലിനെ തുടർന്നാണ് കനയ്യകുമാറിന് പുറത്തിറങ്ങാൻ കഴിഞ്ഞത്. JNUവിനെതിരെ കൃത്യമായി പറയുകയാണെങ്കിൽ 2016 ഫെബ്രുവരി തൊട്ടുള്ള ഈ ഒരു ആൻറ്റി നാഷണൽ ടാഗ് എന്ന് പറയുന്നത് വളരെ എൻജിനീയർഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എങ്ങനെയാണ് ഒരു യൂണിവേഴ്സിറ്റിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിൽ പ്ലാൻഡായിട്ട് നമുക്കത് മൂവ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ നടത്തിയ ഒരു അറ്റംപ്റ്റാണ് ഈ ഫെബ്രുവരി 2016 തൊട്ട് നടന്ന ഈ ഒരു അതിനുശേഷം ഉണ്ടായ സ്റ്റാൻഡ് വിത്ത് JNU ഒക്കെ. ഒരുപാട് വിദ്യാർത്ഥി മുന്നേറ്റങ്ങൾ കൂട്ടത്തിൽ സ്റ്റാൻഡ് വിത്ത് JNUവിനെയൊക്കെ കൂട്ടുന്നുണ്ടെങ്കിലും ഉത്തരേന്ത്യയിലൊക്കെ ഇപ്പോഴും JNUവിനെ കുറിച്ച് സാധാരണക്കാർ പറയുന്നത് അതൊരു ആൻറ്റി നാഷണൽ യൂണിവേഴ്സിറ്റി ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അതൊക്കെ JNU അറിയപ്പെടുന്നത്. So we can see that there is a conscious conspiracy to shut down voices, democratic voices in campuses, and Kanhaiya Kumar was but one major an event in that conspiracy. But Kanhaiya Kumar went on to did one very great thing. Every speech he reminded us of Rohit Vemla. He reminded us of what exactly happened, and the attempt of the ruling government to divert Rohit Vemla's concerns and what happened with Rohit Vemla was not a success, because the students ensured, the people ensured that Rohit Vemla will not be forgotten, and every year we remember Rohit Vemla, and we should ensure something like that will never happen again. 2014 അധികാരത്തിൽ വന്ന കേന്ദ്ര സർക്കാർ JNUവിന്റെ രാഷ്ട്രീയ ധിഷണയെ സംശയത്തോടെയാണ് നോക്കിയത്. അമിത ഇടപെടലിന് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായപ്പോൾ JNU അതിനെ ചെറുത്തു. എന്തുകൊണ്ടാണ് രാജ്യത്തെ ഏറ്റവും ഉയർന്ന ബൗദ്ധിക നിലവാരം പുലർത്തുന്ന ഒരു സർവകലാശാലയെ കേന്ദ്ര സർക്കാർ ദേശവിരുദ്ധമെന്ന് മുദ്രകുത്തുന്നത്? പലതവണ ഉയർന്ന ചോദ്യമാണിത്. ചില കണക്കുകൾ ഈ ചോദ്യത്തിന് ഉത്തരം നൽകും. എക്കാലത്തും ഇടതുമതേതര ബോധത്തിന്റെ കേന്ദ്രമായിരുന്നു JNU. 1974 മുതലുള്ള തെരഞ്ഞെടുപ്പ് ചിത്രം നോക്കിയാൽ ഇത് വ്യക്തമാകും. യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 22 തവണ ജയിച്ചത് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാനാർത്ഥികളാണ്. തീവ്ര ഇടത് സംഘടനയായ ഐസയുടെ 11 സ്ഥാനാർത്ഥികൾ പ്രസിഡന്റ് പദത്തിലെത്തി. ഒരു തവണ കനയ്യകുമാറിലൂടെ AISFും. സ്വതന്ത്രരായി മത്സരിച്ച് JNUവിന്റെ പ്രസിഡന്റ് പദവിയിൽ എത്തിയവരുമുണ്ട്. JNUവിന്റെ ചരിത്രത്തിൽ 2 തവണ മാത്രമാണ് ABVPക്ക് വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് പദവി ലഭിച്ചത്. JNUവിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവരാണ് ഇന്ത്യയിൽ പല മേഖലകളിലും തലപ്പത്തെത്തുന്നവരെന്ന് ജീൻ തോമസ് മാർട്ടല്ലിയുടെ പഠനം വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം വരെയുള്ള കണക്കെടുത്താൽ ഇന്ത്യൻ തലങ്ങളിലെ JNU വിന്യാസം ഇങ്ങനെയാണ്: അക്കാദമിക് രംഗം 48%, രാഷ്ട്രീയം 19%, മാധ്യമരംഗം 11.41%, സോഷ്യൽ വർക്ക് 5.7%, ബാക്കി മേഖലകൾ 11.22%. Even till today, in the last 50 years,
The largest number of people who are selected to the Foreign Service, to the IAS, to the Police Service and Central Services come from JNU. At the same time, the largest number of political leaders who are critical of the ruling class policy direction and who want a progressive transformation of Indian society, they've also come from JNU. So JNU in that sense contributed to every aspect of India's life. ഇന്ത്യയുടെ ബൗദ്ധിക മേഖലയിലെ ഈ JNU വിന്യാസം RSSനെയും BJPയെയും ഭയപ്പെടുത്തുന്നതാണ്. ജ്ഞാനോൽപാദനത്തിൽ രാജ്യത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സർവകലാശാലയ്ക്കെതിരായ ആരോപണങ്ങളെ ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ വേണം വിലയിരുത്താൻ. How we have seen the Vice Chancellor, who has been appointed in 2016, has been done by the RSS, who is affiliated and connected very deeply, strongly with the RSS, is sitting on the top of administrative post of the university and is hell-bent to destroy the natural fabric, secular fabric of this university. We have seen after this Vice Chancellor has come, whatever issues have happened, how he has tried to communalize, saffronize agendas and how he has tried to saffronize the education policies within the university. സാമൂഹിക അവസ്ഥകളോടുള്ള സജീവ പ്രതികരണം, രാഷ്ട്രീയ പ്രവർത്തനത്തിനൊപ്പമുള്ള ജ്ഞാനോൽപാദനം, ഇവ പരസ്പര പൂരകങ്ങളാണെന്ന് JNU ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. 50 വയസ്സിലും JNUവിന്റെ ചെറുപ്പം ഇതാണ്. അണിയറ പൂർത്തിയാകുന്നു. നമസ്കാരം.